പാലക്കാട് ജില്ലയിലെ സിപിഐയിൽ വീണ്ടും വെട്ടിനിരത്തൽ. മുതിർന്ന നേതാവ് കെ ഇസ്മയിലിനെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തിയതിന് പിന്നാലെ പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഹ്സിനെ സംസ്ഥാന സമ്മേളന പ്രതിനിധിയാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ വെട്ടിനിരത്തൽ. ജില്ലയിലെ ഔദ്യോഗിക പക്ഷത്തിന് അനഭിബന്ധനായതുകൊണ്ടാണ് യുവനേതാവും എംഎൽഎയുമായ മുഹമ്മദ് മുഹ്സിനെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി ആക്കാതെ മാറ്റി നിർത്തിയത്. സംസ്ഥാന സമ്മേളന പ്രതിനിധിയാക്കിയില്ലെങ്കിലും മുഹ്സിനെ ജില്ലാ കൗൺസിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്മയിൽ അനുകൂലിയായ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബിയെയും ജില്ലാ കൗൺസിൽ ഉൾപ്പെടുത്തി. മേൽ കമ്മിറ്റി പ്രതിനിധികളായി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതാക്കൾ നിർബന്ധിച്ചതോടെയാണ് മുഹ്സിനെ ജില്ലാ കൗൺസിൽ ഉൾപ്പെടുത്തിയത്. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ കെ സുരേഷ് രാജിന്റെ കടുത്ത നിലപാടാണ് മുഹമ്മദ് മുഹ്സിനെ സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ നിന്ന് ഒഴിവാക്കാൻ പ്രധാന കാരണം. ജില്ലയിലെ സിപിഐയിലെ വിഭാഗീയതയിൽ സുരേഷ് രാജ് വിരുദ്ധ പക്ഷത്താണ് മുഹ്സിനുള്ളത്. ജില്ലയിലെ പാർട്ടി വിമതരെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന സംശയമാണ് മുഹ്സിൻ എംഎൽഎയെ ജില്ലാ നേതൃത്വത്തിന് അനഭിമതനാക്കിയത്. സമാന്തര പാർട്ടി രൂപീകരണ ഘട്ടത്തിൽ മുഹ്സിനെതിരെ നടപടിയെടുക്കാനും അന്ന് ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ സുരേഷ് രാജ് ശ്രമിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ നിന്നുള്ള പുറത്താക്കൽ. സാധാരണ എംഎൽഎമാരെ സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് സിപിഐയിലെ പതിവ്. UDF കൈയടക്കി വെച്ചിരിക്കുന്ന പട്ടാമ്പി മണ്ഡലം ഇടതുപക്ഷത്തിന് നേടിക്കൊടുത്തത് മുഹമ്മദ് മുഹ്സിനാണ്. 2006 കെ ഇസ്മയിലും 2011 കെ സുരേഷ് രാജും തോറ്റിടത്താണ് 2014 മുഹമ്മദ് മുഹ്സിൻ വിജയക്കൊടി നാട്ടിയത്. താൻ തോറ്റ സീറ്റിൽ ജയിച്ചതിലുള്ള കലിപ്പും സുരേഷ് രാജിന് മുഹമ്മദ് മുഹ്സിനോട് ഉണ്ടെന്നാണ് പാർട്ടിയിലെ അടക്കം പറച്ചിൽ. സിപിഐയിൽ നിന്ന് ഒതുക്കൽ കൂടിയാൽ മുഹമ്മദ് മുഹ്സിൻ മറ്റ് നിലപാടുകൾ സ്വീകരിച്ചേക്കുമെന്ന് അഭ്യൂഹവുമുണ്ട്. മുഹ്സിൻ മാറിയാൽ പട്ടാമ്പി സീറ്റ് തന്നെ ഇടതുപക്ഷത്തിന് കൈവിട്ടു പോകുമെന്ന് ഉറപ്പുമാണ്. സിറ്റിംഗ് എംഎൽഎയെ സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ നിന്ന് ഒഴിവാക്കിയിട്ടും ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതൃത്വം ഒന്നും മിണ്ടിയില്ല. സംസ്ഥാന സമ്മേളനത്തിന് എത്തിയാൽ എതിർ നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയുള്ളതിനാലാണ് സംസ്ഥാന നേതൃത്വവും മൗനം പാലിച്ചതെന്നാണ് സൂചന. പാലക്കാട് ജില്ലയിലെ ഏക സിപിഐ എംഎൽഎയെ സംസ്ഥാന സമ്മേളന പ്രതിനിധി പാനലിൽ നിന്ന് ഒഴിവാക്കിയതോടെ ആദ്യമായി വനിതാ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിന്റെ മഹിമ നേടാൻ വടക്കഞ്ചേരിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിനും കഴിഞ്ഞില്ല. സംസ്ഥാന കൗൺസിൽ അംഗം സുമലത മോഹൻദാസിനെയാണ് സമ്മേളനം ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ സുമലത നിലവിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഒരു വനിത ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി കെ സലീം കുമാറിനെ വീണ്ടും തെരഞ്ഞെടുത്തിരുന്നു. ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായതിൽ മുഹമ്മദ് മുഹ്സിൻ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്ന് സ്ഥാനമൊഴിഞ്ഞ ജില്ലാ സെക്രട്ടറി കെ സുരേഷ് രാജ് ജില്ലാ സമ്മേളന പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. പൊതുചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് തനിക്ക് ചില തെറ്റുകൾ പറ്റിയതായി മുഹമ്മദ് മുഹ്സിൻ ഏറ്റുപറഞ്ഞതെന്ന് സുരേഷ് രാജ് പ്രതിനിധികളെ അറിയിച്ചു. കെ ഇസ്മയിലിനെ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് സസ്പെൻഷനിലായതുകൊണ്ടാണെന്നും സുരേഷ് രാജ് പ്രതിനിധികളോട് പറഞ്ഞു. പൊതുചർച്ചയിൽ ഇസ്മയിലിന് എതിരെ വന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ താൻ ആളല്ലെന്നും തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി അദ്ദേഹം പാർട്ടിക്കൊപ്പം നിലയുറപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേഷ് രാജ് പ്രതിനിധി സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രകടിപ്പിച്ചു. ജില്ലയിലെ സിപിഐയിൽ കടുത്ത വിഭാഗീയത ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു.